പഠിക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഈ മെമ്മറി വരുമ്പോ ലൈക്ക് ഒരൊറ്റ ടൈം നമ്മളത് ഒന്ന് ഓപ്പൺ ആക്കി നോക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്കൊരു ഹാപ്പി വരും. ആ സംഭവമാണ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഒരു ഹാപ്പി വരും. നമ്മൾ ഡെസ്പ് ആയിരിക്കുമ്പോൾ ദിസ് ഈസ് മിസ്സിങ് എന്നുള്ള ആ ഫീലിംഗ് ഉണ്ടല്ലോ. ശ്രുതിക്ക് എന്തെങ്കിലും പറയാനുണ്ട്? ലാസ്റ്റ് പരിപാടിയായിട്ട് ശ്രുതിക്ക് എന്താ പറയാൻ? എല്ലാവരും ഞാൻ മിസ് ചെയ്യും. വേറെ പിന്നെ എറണാകുളത്തെ പറ്റി വേറെ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറ ശ്രുതി. ഇല്ല എന്നാലും പറ. ഈ എറണാകുളത്ത് ഇത്രയും നാളെ നിന്നതിനെ പറ്റി ശ്രുതിന്റെ അഭിപ്രായം എന്താ? ഭയങ്കര എക്സ്പെൻസീവ്. അതെ, എക്സ്പെൻസീവ് ആണ്. അതെല്ലാവരും പറയുന്ന ഒരു കാര്യം. എന്നാ എനിക്ക് നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. എനിക്ക് അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് ദിവസങ്ങളുള്ള സങ്കടം വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് ലാസ്റ്റ് ഒരു ഫെയർവെൽ പോലെ നമ്മൾ ഇറങ്ങിയതാണ്. നമ്മൾ ഡെസ്റ്റിനേഷൻ ഫോർട്ട് കൊച്ചി. ഇപ്പൊ നമ്മൾ മറൈൻ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇനി ഫോർട്ട് കൊച്ചിയിലേക്ക് പോവുകയാണ്. അല്ല, ലാസ്റ്റ് മന്ത് കൊച്ചിയിലെ ലാസ്റ്റ് മന്ത് ദിവ്യന്റെ എക്സ്പീരിയൻസ് കുറേ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. കൊച്ചിയിൽ വന്നതുകൊണ്ട് തന്നെ നല്ല ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഫ്രണ്ട്സ് ഗ്യാങ് ഗ്രൂപ്പ്. അപ്പൊ ഇവനേന്തു എന്താ ശ്രുതിയും പോകുന്നതിനെ പറ്റി ആഷ്ലിയുടെ റൂംമേറ്റിനെ മിസ് ചെയ്യും. വേറെ എന്തെങ്കിലും ഇവർക്ക് എന്തെങ്കിലും ഇത്രയും സത്യസന്ധയായ വിശ്വാസയോഗ്യമായ ഒരു അപ്പൊ ഇന്നത്തെ ചെലവ് നമ്മുടെ പറഞ്ഞ ഷവായി പാലിക്കാൻ പോവുകയാണ്. അതെ, പൈസ ഇല്ലല്ലോ. ഗൈസ് ഇഷ്ടംപോലെ ചെലവ് ആഷ്ലിയുടെ തരാനുണ്ട്. ഷവായി ആയിട്ട് വേറെ എന്തൊക്കെയോ ബർത്ത്ഡേ ചെലവ്. ഇവർക്ക് കറക്റ്റ് അറിയാം. ഞാൻ ഇവിടെ വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്ന ഇടക്കിടക്കേ വരുള്ളൂ. ഇവിടെ ഇവരിങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ മാത്രം അതെ വിളിച്ചു വരുത്തും. ഇവർ വിളിച്ചു വരുത്തും. എന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കും, എന്നിട്ട് കുറച്ച് ഫുഡ് വാങ്ങിച്ചു എന്നിട്ട് എന്നെ പറഞ്ഞോളൂ. അതാണ് പരിപാടി. അപ്പം ഇപ്രാവശ്യം അടുത്ത മാസം ഇവൾ പോകും. ശ്രുതി ഈ മാസം 21-ാം തീയതി ഹോസ്റ്റലിൽ നിന്ന് പോകും. പിന്നെ അവളുടെ കരിയർ അവൾ ഡിസൈഡ് ചെയ്തു. ഇതൊരു ബാങ്ക് എംപ്ലോയി ആണ്, ഫ്യൂച്ചർ ബാങ്ക് എംപ്ലോയി. ഇത് അപ്പം അങ്ങനെയൊക്കെ ഒരു അഹങ്കാരം ഇല്ലാത്തൊരു കൂട്ടത്തിലുള്ള. ലോണൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒന്ന് ചോദിച്ചാൽ മതി, തരും. അതെ, എത്ര വേണേലും തരും. ലോണൊക്കെ സാങ്ഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് എക്സ്ട്രാ പോയിന്റ് ഒക്കെ ഉള്ളതാണ്. ഇത് കുട്ടി അതൊക്കെ ചെയ്ത് തരും. അപ്പം ദിവനേന്തു എല്ലാവരും ഓർത്ത് വെച്ചോന്ന് ആവശ്യം വരും. ഗൈസ് ഏറ്റവും വലിയ പ്രശ്നം എടുത്തോണ്ട് ടച്ചിനെ പറ്റി 2 വാക്ക് ദിവനേന്തു നല്ലതാണ്. അതെ, ഫോട്ടോസിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ എൻ്റെ ചേച്ചി ഇവിടെ ചുറ്റി, അതായത് കൊച്ചി ചുറ്റി കാണാൻ നമുക്ക് ഫസ്റ്റ് വന്ന ഫോട്ടോ വെച്ച്. നെക്സ്റ്റ് അതിന് അവിടെ പറയാൻ ഓൾമോസ്റ്റ് എറണാകുളത്ത് ഫസ്റ്റ് വരുന്ന എനിക്ക് തോന്നുന്നു എല്ലാവരും ഫോർട്ട് കൊച്ചി. ലൈക്ക് ആ ഒരു എറണാകുളം എന്ന് പറയുമ്പോൾ അല്ലേ നമുക്ക് കൊച്ചിയല്ലേ മെയിനായിട്ട്. കൊച്ചിയാണ് ഫോർട്ട് കൊച്ചി പറയുമ്പോൾ എല്ലാവർക്കും ഫോർട്ട് കൊച്ചി കാണാൻ പറയുമ്പോൾ ഒരു ഭയങ്കര പിന്നെ ഈ ക്രിസ്മസ് ഈവൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഈവിൽ ഭയങ്കര സ്പെഷ്യലാണ് ഫോർട്ട് കൊച്ചി. ഭയങ്കര കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈറ്റും കാര്യങ്ങളുണ്ട്. നൈറ്റാണ് കുറച്ചും കൂടെ ക്രിസ്മസ് ഈവ് ഉണ്ട് സ്പെഷ്യൽ. ക്രിസ്മസ് ഈവ്. പിന്നെ എന്താ ഇപ്പം നമ്മൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ കാണാനാണ് പ്ലാൻ ചെയ്തത്? പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് ആയിട്ടൊന്നുമില്ല. പ്ലാനിങ് ഇല്ല, നമുക്കൊരു ഇതില്ല. നമ്മളിപ്പോൾ പോകുന്നു ഫോർട്ട് കൊച്ചിക്ക് പോകുന്നു എന്നുള്ളതാണ്. ഫോർട്ട് കൊച്ചി എത്തുന്നു, അവിടെ എത്തുമ്പോൾ പ്ലാൻ ഇടുന്നു ഒറ്റപത്തി. നമ്മളെപ്പോഴും ഒറ്റപത്തി. അതെ. പക്ഷെ ഒരാഴ്ച മുമ്പ് ഫോർട്ട് കൊച്ചി പോകുന്ന നമ്മൾ പ്ലാൻ ചെയ്തു, പക്ഷെ ഒറ്റപത്തിയാണ്.